നെവർ അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ധ്രുവ് റാട്ടി എക്സിൽ കുറിച്ച വാചകമാണിത്. ഇതോടെ അദ്ദേഹത്തിന്റെ തന്നെ ഫോട്ടോ വെച്ച് സൈബർ ലോകം ഈ വാചകം ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിൽ BJPക്ക് കനത്ത പ്രഹരമേകാൻ ഇടവരുത്തിയതിനുള്ള നന്ദി എന്നോണമാണ് ഈ വാക്കുകൾ സൈബർ ലോകം കൊണ്ടാടിയത്. നിമിഷ നേരങ്ങൾ കൊണ്ട് ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചത്. നമസ്കാരം, രാഷ്ട്രീയ ഇന്ത്യയിലേക്ക് സ്വാഗതം. നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. ഈ വാചകം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞതോടെ മലയാളികൾ ഏറ്റെടുത്ത വാചകം. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ധ്രുവിനെ ചേർത്തു വെച്ചാണ് മലയാളികളും രാജ്യം തന്നെയും ഈ ഹിറ്റ് വാക്യം പറഞ്ഞത്. ഇപ്പോഴിതാ BJPയെയും മോദിയെയും വിറപ്പിച്ചതിന്, സംഘപരിവാറിന്റെ കല്ലുവെച്ച നുണകൾ പൊളിച്ചടുക്കിയതിന്, ജനാധിപത്യ ഇന്ത്യക്ക് ആത്മവിശ്വാസമേകുന്ന ജനവിധിക്ക് കാരണക്കാരിൽ ഒരാളായതിന് ഈ യൂട്യൂബറെ സൈബർ സ്പേസ് ഇപ്പോൾ വീണ്ടും നെഞ്ചേറ്റുകയാണ്. രാജ്യത്തിന്റെ ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി മാറാൻ, രാജ്യത്തെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഹരിയാന സ്വദേശിയും ഇപ്പോൾ ജർമ്മനിയിൽ താമസിക്കുകയും ചെയ്യുന്ന ഈ 29-കാരന് ഭംഗിയായി കഴിഞ്ഞു. അതിന്റെ തെളിവാണല്ലോ BJPയുടെയും NDA മുന്നണിയുടെയും കൊട്ടിഘോഷിച്ച സ്വപ്നത്തെയും തെരഞ്ഞെടുപ്പ് ഫലത്തെയും മങ്ങലേൽപ്പിക്കാൻ കഴിഞ്ഞു എന്നത്. യൂട്യൂബിൽ 21.6 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള, രാഷ്ട്രീയ വിശകലനമടക്കം ഇതുവരെ 620-ലധികം വീഡിയോകൾ പങ്കുവെച്ച, ചെയ്യുന്ന വീഡിയോകളെല്ലാം യൂട്യൂബിൽ 10, 20, 30 മില്യൺ വ്യൂസ് അടക്കം കടക്കുന്ന യൂട്യൂബർ ധ്രുവ് റാട്ടി ജനാധിപത്യവാദികളുടെ പ്രതീക്ഷയാണ്. മോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം വിമർശിച്ചുള്ള നിരവധി വീഡിയോകളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ധ്രുവ് ചെയ്തത്. ഇതാണോ വിശ്വഗുരു എന്ന തലക്കെട്ടിൽ മോദിയെയും നെഹ്റുവിനെയും താരതമ്യപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് BJPയെ പ്രതിസന്ധിയിലാക്കിയ ധ്രുവിന്റെ വീഡിയോ. ഈ വീഡിയോയ്ക്ക് 12 ദശലക്ഷം വ്യൂസ് ആണ് ലഭിച്ചത്. സ്വേച്ഛാധിപതിയുടെ അവസാന ഗെയിം എന്ന തലക്കെട്ടിൽ ദ നരേന്ദ്രമോദി ഫയൽസ് എന്ന വീഡിയോയ്ക്ക് 16 ദശലക്ഷം വ്യൂസും മോദി ദ റിയൽ സ്റ്റോറിക്ക് 28 ദശലക്ഷം വ്യൂസുമാണുള്ളത്. മോദിയുടെ യഥാർത്ഥ കഥ, ഇന്ത്യക്കാർ എങ്ങനെ വിഡ്ഢികളാക്കപ്പെട്ടു എന്ന തലക്കെട്ടിൽ ധ്രുവ് ചെയ്ത എക്സ്പ്ലെയിനർ രാജ്യത്ത് വലിയ ചർച്ചയായിരുന്നു. മോദിക്കെതിരെ BJPക്കെതിരെ ധ്രുവ് ചെയ്യുന്ന വീഡിയോകൾ രാജ്യത്തെ സാധാരണക്കാരിലടക്കം വാട്സപ്പിലൂടെ പ്രചരിച്ചിരുന്നു. അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും BJPക്കും അവരുടെ IT സെല്ലിനും വലിയ തലവേദനയായി ധ്രുവ് മാറിയത്. ഇതുവഴി ധ്രുവ് ചെയ്യുന്ന വീഡിയോകൾ രാജ്യത്തെ സാധാരണക്കാരായ വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തി എന്ന് മാത്രമല്ല, അവരെ മാറ്റി ചിന്തിപ്പിക്കാൻ കൂടി കഴിഞ്ഞു. ചാർ സൗ പാർ എന്ന ഹിന്ദി വാചകത്തോടെ മോദിയും BJP നേതാക്കളും വലിയ അവകാശവാദമാണല്ലോ നടത്തിയത്. NDAക്ക് 400 സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, BJPക്ക് കേവല ഭൂരിപക്ഷം നേടാൻ പോലും കഴിഞ്ഞില്ല. മോദി മൂന്നാമതും ജയിച്ച വാരാണസിയിൽ അദ്ദേഹത്തിന് 1.5 ലക്ഷത്തിന്റെ വോട്ടാണ് കുറഞ്ഞത്. UP അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിലടക്കം BJP തിരിച്ചടി നേരിട്ടു. അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിലെ BJP സ്ഥാനാർത്ഥി തോറ്റതും ആ പാർട്ടിയുടെ ഹിന്ദുത്വ തന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കിയാണല്ലോ രാമക്ഷേത്രം പോലും നിർമ്മിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലത്തിനേറ്റ തിരിച്ചടിക്ക് കാരണക്കാരിൽ ഒരാൾ ധ്രുവ് റാട്ടിയാണെന്ന് നിസ്സംശയം പറയാം. സാധാരണക്കാരുടെ വാട്സപ്പ് ഷെയറിലും വാട്സപ്പ് സ്റ്റാറ്റസിലും പോലും ധ്രുവ് ഇടം പിടിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. മോദി ദ റിയൽ സ്റ്റോറി പുറത്തു വന്ന സമയത്ത് 21 മണിക്കൂർ കൊണ്ട് മാത്രം 90 ലക്ഷത്തിനടുത്ത ആളുകളാണ് കണ്ടത്. ധ്രുവിന് ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഇത് തുറന്നു കാട്ടുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മാത്രം 25 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സാണ് ധ്രുവിന് യൂട്യൂബിൽ പുതുതായി ലഭിച്ചത്. അതിനുള്ള വ്യക്തമായ തെളിവ് കൂടിയാണിത്. വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ശക്തികളെ തുറന്നു കാട്ടാൻ, രാജ്യത്തിന്റെ സാധാരണക്കാരുടെ ശബ്ദം അന്താരാഷ്ട്ര തലത്തിലടക്കം ചർച്ചയാക്കാൻ 1000 ധ്രുവുമാർ നമ്മുടെ രാജ്യത്ത് ആവശ്യമുണ്ട്. അതും നെവർ അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന് ഇച്ഛാശക്തിയോടെ തെളിയിക്കാൻ കരുത്തുള്ളവർ.